അയ്യേ എന്തായത് ഹരീഷേ, ഇങ്ങനെയാണോ കഴിയുന്നത്? ഞങ്ങൾ കഴിയുന്നത് സെബാസ്റ്റ്യൻ സാർ എവിടെ? സാമൂലേ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, ഇനിയിപ്പോ ഉറങ്ങും മറ്റോ ആണ്. രണ്ടുപേര് അതില്, രണ്ടുപേര് ഇതില്. ഈ ബോട്ട് അങ്ങോട്ട്, ആ ബോട്ട് അങ്ങോട്ട്. അതെ, നടുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നു. അതെ, ആ കേറ് കേറ്. ജിജി അലയമേ എന്താ അതില്? ചെല്. വേണ്ട അലമ്മേ, നമുക്ക് ഇതില് കേറാം. അതില് കിറ്റി ചേച്ചിയൊക്കെ കേറട്ടെ, നമുക്കിതില് പോവാം. വാ. എന്താ കിറ്റി അവിടെ തന്നെ പറഞ്ഞ വരുന്നില്ലേ? അയ്യോ ഞാനില്ല, എനിക്ക് വെള്ളം പേടിയാ, ഞാൻ വരില്ല. അവിടെ പുലി ഉണ്ടാവോ? പിന്നെ പുലി, കരടി, കാട്ടുപോത്ത്, ആന എല്ലാം ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയിരുന്നോ, ചിലപ്പോ ആനയെ കാണാം. ഇതിന്റെ ഉള്ളിലൊക്കെ മനുഷ്യനെ എത്തും അല്ലേ, എല്ലാറ്റിനെയും കീഴടക്കാൻ. എന്താ ഒരുമാതിരി ഡള്ളായിരിക്കുന്നത്? എല്ലാം വെറുതെ ആകുന്നു തോന്നുക. എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും എത്ര കടിച്ചിറക്കിയിട്ടും. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇപ്പോഴും ഇഷ്ടം അയാളുടെ ബോട്ടിലോടാ, കേട്ടില്ലേ? കൂടുതൽ മാർദ്ദവം കാണിക്കാൻ പോകുമ്പോഴാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കരയിൽ ചെന്നിട്ട് സ്ട്രിക്ട്ലി ബിറ്റ്വീൻ us. ഇവിടെ വെച്ചല്ല. മിണ്ടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, മോൻ കേൾക്കാൻ പാടില്ല. എന്നിട്ട് എന്താ? കുറച്ച് പതുക്കെ. Stop it! Stop it! Didi? Didi, മോളെ. എനിക്ക് നീന്താൻ അറിയില്ല. പോയാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചേ പോവൂ. ഇനി എന്നെ തനിച്ചാക്കാൻ പറ്റില്ല, പഴയതുപോലെ. ഇഷ്ടമുള്ള സ്പീഡിൽ എങ്ങോട്ട് വേണമെങ്കിൽ വിട്ടോളൂ.
വിടാറായി. ദാ ശിവൻ, നയനസ്, വരൂ, ബസ് ഇപ്പൊ പോകും. ജാൻസി, വരൂ. പാരന്റ്സിൽ ബസ്സിൽ വന്നവരെല്ലാരും വരണം. എക്സ്കർഷൻ കഴിഞ്ഞു. ഹോസ്റ്റലിൽ താമസിക്കുന്നവരെല്ലാരും ബസ്സിൽ പോയിരിക്കേ. ജിജി, എങ്ങോട്ടേ പോണത്? ഇങ്ങ് വാ. ജിജി, എന്താ ഇത്? വാ, നമ്മൾ കാറിലാ പോണത്. വേണ്ട, ഞാൻ വരുന്നില്ല. ഇല്ല. എന്താ ഇത്? എന്താ ജിജി ഇതിനകത്ത്? വാ, നമുക്ക് നമ്മുടെ കാറിൽ പോ. ഞാൻ ഇതേ പോയിക്കോളാം. നമുക്ക് വീട്ടിൽ പോണ്ടേ? ഞാൻ ഹോസ്റ്റലിലേക്കാ പോണത്. ഞാൻ അവിടെ നിന്നോളാം. എന്താ കുട്ടി നീ പറയുന്നത്? ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നോളാം. ഞാൻ ഡോക്ടറിന്റെ ഒപ്പം നിന്നോളാം. ചേച്ചി, എന്താ മോളെ നീ പറയുന്നേ? നീ എങ്ങും പോണില്ല. എന്റെ അടുത്തൊന്ന് മോളെങ്ങും പോയില്ല. എന്താ കുട്ടി നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? ഞാൻ അവിടെ വന്ന് നിന്നാൽ അങ്കിൾ എപ്പോഴും ഇളമേ വഴക്ക് പറയും. ഏയ്, ഒന്നുമില്ല. ഒക്കെ ഉണ്ട്. ഇല്ല മോളെ, നീ വാ, ഞാൻ പറയാം. വേണ്ട. എക്സ്ക്യൂസ് മീ. എന്താ പോവുകയല്ലേ? എക്സ്കർഷൻ കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെ നിന്നിട്ട് എന്തിനാ ഈ ഒരു പബ്ലിക് പെർഫോമൻസ്? സേതോട്ടം കാറിപ്പോ ഇരുന്നോളൂ. ഇത്രയും നേരം ഞാൻ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. വാ ജിജി, വാ മോളെ. വരുന്നില്ലേ? വരണ്ട. ഇതിന്റെ എന്ത് തോന്നുവാസത്തിന് ഒത്തുമുളാൻ നിൽക്കുന്ന നിങ്ങളെയാ പറയേണ്ടത്. എല്ലാ കംഫർട്ട്സും കൊടുക്കാൻ ആളുണ്ടെന്ന് കാണുന്ന എന്റെ അഹങ്കാരമാണ്. 2 ദിവസം ഹോസ്റ്റലിൽ പോയി നിൽക്കട്ടെ, 3-ാമത്തെ ദിവസം താനെ ഇങ്ങ് അന്വേഷിച്ചു വരും. കുറെ എല്ലാം ആളുണ്ടെന്ന് കാണുമ്പോ ഇനി ഇറങ്ങി വരും. 3 ആളും. ജിജി വരൂ, ഇവിടെ വരാൻ. വരൂ. ശാലേ, ബസ്സിൽ വന്നവരെല്ലാം കയറ്റി വണ്ടി വിട്ടോളാൻ പറ. ശിവനെ കൂടെ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഇവരോടൊപ്പം വന്നേക്കാം. കാറുള്ള പാരന്റ്സിനോടും സ്റ്റാർട്ട് ചെയ്തോളാൻ പറ. വൈകുന്നു, തിരിച്ചു പോകണ്ടേ ആർക്കും. ഞാൻ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് ബുദ്ധിമുട്ടായെങ്കിൽ. എന്താ ഈ കുട്ടിക്ക് ഇപ്പൊ നിങ്ങളുടെ കൂടെ വരണ്ടാന്ന് തോന്നാൻ? എന്താ അവൾക്ക് അങ്ങ് ഹോസ്റ്റലിൽ പോയാൽ മതിയെന്ന് തോന്നാൻ? നിങ്ങളുടെ കുഴപ്പം തന്നെ, നിങ്ങളുടെ ബിഹേവിയറിന്റെ തകരാറ് തന്നെ. സോഫ്റ്റ്നെസ് കൊടുക്കേണ്ടടുത്ത് സോഫ്റ്റ്നെസ് കൊടുക്കണം. ഇതിൽ കൂടുതലൊന്നും സോഫ്റ്റ് ആകാൻ പറ്റില്ല. താഴാവുന്നതിന്റെ പരമാവധി താഴ്ന്നു കഴിഞ്ഞിട്ടും ഏതൊരു കുട്ടി നിങ്ങളെ സ്നേഹിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ഒഴിവാക്കാൻ നോക്കുമോ, അതോ പിന്നെയും പുറകെ നിന്ന് കാല് പിടിക്കുമോ? പോരുന്നുണ്ടോ? ഞാൻ ചിലപ്പം ബെസ്റ്റ് ഔട്ട് ചെയ്യും. ഒരു സീൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ട്. വരുന്നുണ്ടോ? ഇല്ല, പൊയ്ക്കോളൂ. ഞങ്ങൾ സെബാസ്റ്റ്യൻ സാറിന്റെ വാടക വീട്ടിലേക്ക് പൊയ്ക്കോളാം. എനിക്ക് എന്റെ മോളെ വിട്ടിട്ട് എങ്ങോട്ടും വരാനില്ല.
നിങ്ങളെ കൊണ്ടത് സാധിക്കില്ല. പിന്നെ എന്തിനാ വെറുതെ പറയുന്നേ? നിങ്ങളൊരു സാധാരണ സ്ത്രീ മാത്രമാണ്. നിങ്ങൾക്ക് ഭർത്താവ് വേണം, കുട്ടികൾ വേണം, കുടുംബം വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. സെബാസ്റ്റ്യൻ സാറിന്റെ ഫ്ലാറ്റിൽ നിങ്ങൾ 4 ദിവസം കഴിഞ്ഞെന്ന് വരും. വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 വർഷം, അല്ലെങ്കിൽ 40 വർഷം. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ആ മനുഷ്യന്റെ അടുത്ത് പോകാതിരിക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ മോളാണ് വലുത്. പക്ഷെ അവൾക്കിപ്പോ ആവശ്യം ഒരു കുടുംബമാണ്. നിങ്ങൾ രണ്ടാളെയാണ്. അവൾക്കിപ്പോ എല്ലാം അറിയാം. അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നതെല്ലാം അവൾക്കും മനസ്സിലാവും. അവള് കാരണമാണ് നിങ്ങൾ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോരേണ്ടി വന്നെന്ന കാര്യം അവളെ വല്ലാതെ ഗിൽറ്റിയാക്കും. ഒരാളെയും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടിയാണ് അവള്. അവള് മൂലം അവൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ ദുഃഖിക്കുന്നു എന്ന് തോന്നിയാൽ അതവളെ വേറൊരു തരം മെന്റൽ റക്കാക്കും. നമ്മൾ ആരും വിചാരിച്ച പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. ഞാൻ കൂടെ വരാൻ സേതുവിന്റെ അടുത്തേക്ക്. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചപ്പോ മുതൽ പുള്ളിക്കും തോന്നിയിട്ടുണ്ടാവും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഇനി ആലോചനയൊക്കെ അങ്ങ് ചെന്നിട്ട് ഇറങ്ങാൻ റെഡിയാക്കോ. 6 മണിക്ക് മുമ്പ് ഈ റൂം ഇട്ട് കൊടുക്കണ്ട. തോന്നുമ്പോ വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോകാനും എന്നതാ സത്രമാണോ എന്റെ വീട്? ഞാൻ കേറ്റുകയല്ല. അതിനവർ അങ്ങോട്ടെങ്ങും വരാൻ പോണില്ല. പോരെ, അന്നേരത്തെ വാശിക്ക് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അവരിപ്പോ അങ്ങനെ ചെയ്യാൻ പോവാ. അവരെ കെട്ടിയതിന്റെ അടുത്ത് പോവും. ആ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അങ്ങേരങ്ങ് കൂടെ താമസിപ്പിക്കുകയും ചെയ്യും. അത് അവര് തമ്മിൽ തീരുമാനിച്ചോളൂ. അതിനെ വല്ല ബോർഡിങ്ങിലും കൊണ്ട് താമസിപ്പിച്ചിട്ട് 2 പേർക്കും കൂടെ ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനുള്ളതിന് പകരം ഇതെന്ന് വന്ന് കയറിയോ അന്ന് മുതൽ ആ സ്ത്രീക്ക് ദുരിതവാ. ഇതെന്നാ കുരിശാ? ശരി. ജിജി എവിടെ? ഇത് അവിടെ നിപ്പുണ്ട്. ജിജി, എന്താ നീ ഇവിടെ? ചുമ്മാ. നമുക്ക് പോവണ്ടേ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. എന്താ ജിജി? ഇനി എങ്കിലും ഇളയമ്മ വഴക്ക് പറയില്ല. പറഞ്ഞാൽ അപ്പൊ നമുക്ക് സെബാസ്റ്റ്യൻ സാറിന്റെ അവിടേക്ക് പോവാം. ഞാൻ ഡോക്ടറുടെ കൂടെ പോയിക്കോളാം. ഡോക്ടറുകൾ നിന്നെ കൊണ്ടുപോവില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മൾ വീട്ടിൽ പോണോന്ന്. ഇനി അങ്കിൾ ഒന്നിനും ദേഷ്യപ്പെടില്ല. വാ.
വിജയ് ഇവിടെ നിൽക്കൂ.
ചിച്ചിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. കാട്ടില് കുറെ അങ്ങുള്ളിലായിട്ട്. മരിച്ചത് എങ്ങനെയാണെന്നറിയാൻ ഇനിയിപ്പോ കേൾക്കണ്ട. അവൾ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണ്ട. ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ. വേണ്ട, എനിക്ക് കാണണ്ട. എനിക്കവളെ കാണണ്ട. അല്ലാതെ തന്നെ എനിക്കവളെ കാണാം. അവൾ ഓടിപ്പോകുന്ന എനിക്ക് കാണാം. അവള് ഓടിപ്പോകുന്ന എനിക്ക് കാണാം.